കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിന് വിട്ടു നൽകിയ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. 2 ഭക്തർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. വിവരങ്ങളുമായി അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു, വിവരങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന് ഈ വിഷയത്തിൽ വലിയ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആരാധന നടത്തുന്നിടത്തല്ല നവകേരള സദസ്സ് പരിപാടി നടക്കുന്നത്, അതായത് ക്ഷേത്രത്തിനടുത്തല്ല ഈ നവകേരള സദസ്സ് ഉള്ളത് എന്നാണ് സർക്കാർ ഈ വിഷയത്തിൽ പറഞ്ഞത്. ആദ്യം ആ രീതിയിലായിരുന്നു സർക്കാർ പറഞ്ഞത്. പിന്നീട് പറഞ്ഞു, അതുപോലെ തന്നെ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേത്ര മൈതാനം എന്ന് പറയുന്നത് പുറമ്പോക്ക് ഭൂമിയാണ് എന്നാണ്. പക്ഷെ അതും ഹൈക്കോടതി ചെവിക്കൊണ്ടില്ല. അതായത് അതും ഹൈക്കോടതി ശരിവെച്ച്, പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ പോലും അവിടെ ഇത് നടത്താൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം ക്ഷേത്ര ആരാധനയെ ഇത് ബാധിക്കും എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതിനടുത്ത് തന്നെ കുറച്ച് മാറി ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കാം എന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ പരിസരത്ത് എവിടെ വെച്ചാലും, അതായത് ഈ പരിസരത്ത് എവിടെയാണെങ്കിലും അത് ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനെ ഗുരുതരമായി ബാധിക്കും എന്ന നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈ സദസ്സ് മാറ്റണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഇറക്കിയിട്ടുള്ള ഉത്തരവ്, തിരുവിതാംകൂർ ദേവസ്വം ഇറക്കിയിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ പരിപാടി ആരാധനയെ ബാധിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞെങ്കിലും അതും ഹൈക്കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഡിസംബർ 18-ാം തീയതിയാണ് ഇവിടെ ഈ സ്ഥലത്ത് കൊല്ലത്ത് നവകേരള സദസ്സ് തീരുമാനിച്ചിരുന്നത്. ഇനി ഈ ക്ഷേത്ര മൈതാനം അല്ലാതെ മറ്റെവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് ഈ നവകേരള സദസ്സ് മാറ്റേണ്ടി വരും. കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. വിവരങ്ങൾ നൽകിയത് അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന്.